ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. നമ്മുടെ സാംസങ്ങിൻ്റെ ഡിവൈസുകൾക്ക് നിങ്ങളൊരു മെയിൻലി S25 S24 സീരീസ് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഡിസംബറിലത്തെ അപ്ഡേറ്റ് ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ആക്ച്വലി ഇവിടെ വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഒരു ഗുണം ഉണ്ടായെന്ന് വെച്ചാൽ നമ്മൾ 2-3 ദിവസം, ഒരു 4 ദിവസമൊക്കെ നമ്മൾ ഈ സാധനം അപ്ഡേറ്റ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് ഉപയോഗിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു നമുക്ക് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ട് S24 അല്ലെങ്കിൽ S24 സീരീസിൽ നിങ്ങൾ ഡിസംബർ അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇത് നമുക്ക് അപ്ഡേറ്റ് വന്നിട്ടുണ്ടെന്ന് 18 ഡിസംബറിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് എത്ര ഡേറ്റ്? ഇന്ന് 26 അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1 വീക്ക് ആവാറായിട്ടുണ്ട്. ഇതിൻ്റെ സൈസ് വന്നിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ് ഒരു 510 MB ആണ് സൈസ് വന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഡിസംബറിലത്തെ സെക്യൂരിറ്റി ബാച്ച് ഇൻക്ലൂഡ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ ആക്ച്വലി നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ്, അതായത് സെക്യൂരിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ ബഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഫിക്സ് ആയിട്ടുണ്ട് കേട്ടോ. അതാണ് ശരിക്കും നമ്മുടെ ഈ അപ്ഡേറ്റിൻ്റെ സംഭവം. ഇങ്ങനെ ഒരു അപ്ഡേറ്റ് ആണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വേണമെങ്കിൽ അതിൻ്റെ നോർമൽ ഒരു സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് വരുന്ന പോലെ തന്നെയാണ്, വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഇങ്ങനത്തെ ഒരു അപ്ഡേറ്റ് ആണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ഇത് ആക്ച്വലി നമ്മൾ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബാറ്ററി ഡ്രെയിനിങ് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ബാറ്ററി ഇതൊന്ന് കാണിച്ചാൽ, ഇതിപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് ചാർജ് ചെയ്തോ എനിക്കൊരു സംശയമുണ്ട്. എനിക്ക് ഓൾമോസ്റ്റ് ഒരു 8 മണിക്കൂറൊക്കെ സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് എൻ്റെ S24 അൾട്രയാണ്. നമുക്കൊരു 8 hours സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നുണ്ടായിരുന്നു. നോർമലി ഇതിന് മുമ്പ് ഒരു 7-8 ഇടയിലായിരുന്നു കിട്ടുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്ക് ആക്ച്വലി ഒരു 8+ ഒക്കെ കിട്ടുന്നുണ്ട്. ചെറുതായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ബാറ്ററിയിൽ ഉണ്ടാവും ചാർജിങ് ഞാൻ റീസെൻ്റ്ലി ചെയ്തുള്ളൂ. അപ്പോൾ പക്ഷേ നമുക്ക് അത്യാവശ്യം എന്തായാലും ബാറ്ററി ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്, അത് എന്തായാലും ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളും ഓൾറെഡി ഇഷ്യൂ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇഷ്യൂ അല്ല, എന്താ പറയുക, ഒരു പ്ലസ് പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം. ബാറ്ററി ഡ്രെയിനിങ് കുറഞ്ഞിട്ടുണ്ട്, അത്യാവശ്യം നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഐഡിയലായിട്ടൊക്കെ വയ്ക്കുമ്പോൾ നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ വേറെ വലിയ ഭയങ്കര ഡിഫറൻസ് ഒന്നും നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും പക്ഷേ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടിയും ഒരു സ്മൂത്ത്നെസ് വന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പോൾ പറയുമ്പോൾ ഇതിൽ ഇഷ്ടം പോലെ ആപ്സുകളുണ്ട്. ഇഷ്ടം പോലെ ആപ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കണ്ണി കണ്ട എല്ലാ വേസ്റ്റ് ആപ്പുകളൊന്നും ഇല്ല. പക്ഷേ എന്തെങ്കിലും ഫൈനാൻഷ്യൽ ആപ്പുകൾ കുറേ എണ്ണമുണ്ട്. അത് മാത്രമല്ല, പിന്നെ കുറേ സെക്യൂരിറ്റി ആപ്പുകളും എന്താ പറയുക ആൻറ്റിവൈറസ് ആപ്പുകളൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ആധാറിൻ്റെ ആപ്പ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ChatGPTയുടെ ആപ്പ്, അങ്ങനെ കുറേ സംഭവങ്ങൾ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് കുറച്ചും കൂടിയും ഒരു സ്മൂത്ത്നെസ് കൂടിയ പോലെ ഒരു തോന്നുന്നുണ്ട്. എന്താ പറയുക, ഒരു ബട്ടർ സ്മൂത്ത് എന്നൊക്കെ പറയില്ല, അതുപോലെ ഒരു ഫീൽ. ഞാൻ എന്താ വെച്ചാൽ എൻ്റെ സെക്കൻഡറി ഫോണായിട്ട് ഉപയോഗിക്കുന്നത് Pixel 10 ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഒടുക്കത്തെ സ്മൂത്താണ്. അപ്പോൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് നമുക്കിപ്പോൾ Pixel UI-ൻ്റെ ഒരു സ്മൂത്ത്നെസ് നമുക്ക് ഈ 1UI8 കിട്ടുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. രണ്ടും 12 എന്താ പറയുക, 12 അല്ല. പക്ഷേ റാം യൂസേജും വലിയ കാര്യമായിട്ടുള്ള സംഭവമൊന്നും ഇല്ല. ഇപ്പോഴും നമുക്ക് ഫ്രീ റാം ഓൾമോസ്റ്റ് നമുക്കൊരു 8 GB ഒന്നുമില്ല. എവിടെ അത് ചേട്ടാ, അവിടെ പോയി ഡിവൈസ് കെയറിൽ പോയി നിങ്ങൾക്ക് അറിയാം കേട്ടോ. ഓൾമോസ്റ്റ് ഒരു 5 GB ഒക്കെ നമുക്ക് ഫ്രീ അവൈലബിൾ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് 12 GB വേരിയൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 3 GB ഒക്കെ കിട്ടും കേട്ടോ, ഫ്രീ റാം. പിന്നെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത് എന്താ പറയുക, ഓൾമോസ്റ്റ് നമ്മൾ 90 GB വരെ നമുക്ക് ഇനി ഫ്രീ മെമ്മറി വരുന്നുള്ളൂ. അപ്പോൾ അത്യാവശ്യം എന്താ പറയുക യൂസേജ് ഒക്കെ വന്നിട്ടുണ്ട്. അതായത് അത്യാവശ്യം ഇതിൻ്റെ മെമ്മറി ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഫോട്ടോസ് കുറേ എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കുറേ റീസെൻ്റ്ലി ഇപ്പോൾ ട്രിപ്പും കാര്യങ്ങളൊക്കെ പോയി, ഇതിൽ നിന്ന് എടുത്ത ഫോട്ടോസ് മാത്രമല്ല, ഞാൻ എൻ്റെ ക്യാമറയിൽ എടുത്ത ഫോട്ടോസും ഇതിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, എന്ന് വെച്ചാൽ മെമ്മറിയിൽ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് എന്താ വെച്ചാൽ എനിക്ക് അറിയാമല്ലോ, മിറർലെസ് ക്യാമറലെസ്സൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല സൈസ് വരും. വീഡിയോസും എടുക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇത് മാറ്റണം, ലാപ്ടോപ്പിലേക്കും SSD-യിലേക്കും മാറ്റണം. അപ്പോൾ കുറച്ച് ഫ്രീ മെമ്മറി വരും. പക്ഷേ ഓൾമോസ്റ്റ് നമുക്കിപ്പോൾ ഒരു വേണമെങ്കിൽ 20% മെമ്മറി യൂസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സ്മൂത്ത്നെസ്സിന് ഒരു കുറവും സംഭവം അല്ലെങ്കിൽ ലാഗോ, ചെറിയ ഷട്ടർ ലാഗ് പോലും നമ്മൾ ഇതുവരെയായിട്ട് ഫേസ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ അപ്ഡേറ്റ് ഞാൻ എന്താ വെച്ചാൽ S24 സീരീസിൽ നമുക്ക് ഇതുവരെയായിട്ട് ഗ്രീൻ ലൈൻ ഇഷ്യൂ സംഭവം ഒന്നും ഫേസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ റെക്കമെൻഡഡ് ആണ്. പക്ഷേ നിങ്ങളുടെ ഫോൺ ഔട്ട് ഓഫ് വാറണ്ടി ആണെങ്കിൽ നിങ്ങളുടെ ഒരു റിസ്കിൽ മാത്രം ചെയ്യാന്ന് വെച്ചാൽ ഇതുവരെയായിട്ട് വന്നിട്ടില്ല. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇപ്പോൾ നിങ്ങൾ ഇതിൽ ചിലപ്പോൾ വന്നാലോ എന്നിട്ട് പേടിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അല്ലാണ്ട് ഇതുവരെയായിട്ട് S24 സീരീസിലോ S25 സീരീസിലോ ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്നിട്ടില്ല കേട്ടോ. അതൊരു നല്ലൊരു പോസിറ്റീവ് സംഭവം തന്നെയാണ്. എന്താ വെച്ചാൽ അതൊരു സോൾവ് ചെയ്താവോ അതോ അതുകൊണ്ട് ഇനിയിപ്പോൾ S24 സീരീസിൽ ഉപയോഗിച്ചിങ്ങനെ ഡിസ്പ്ലേക്ക് ഇഷ്യൂസ് ഇല്ലാണ്ടാണോ എന്താ സംഭവം എന്നറിയില്ല. ഇതിലായിട്ട് അങ്ങനെ ഒരു റിപ്പോർട്ടിംഗ് ഉള്ളത് വന്നിട്ട് S24 ഗ്രീൻ ലൈൻ ഇഷ്യൂ മാസീവായിട്ട് നമ്മുടെ S23 വന്ന പോലെ വന്നിട്ടില്ല. അപ്പോൾ അതിൽ അത്രയ്ക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് പേടി കുറയ്ക്കാം.
S23 സീരീസ് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ എപ്പോഴും പറയില്ല, പ്രത്യേകിച്ച് ഫോൺ ഔട്ട് ഓഫ് വാറന്റി ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ പറയില്ല കേട്ടോ. എന്ന് വെച്ചാൽ പറയാൻ പറ്റില്ല എപ്പോഴാണ് ഇപ്പോൾ ഗ്രീൻ ലൈൻ വരികയെന്ന്, അതുകൊണ്ടാണ് പറയാത്തത്. അല്ലാണ്ട് ഈ അപ്ഡേറ്റും പ്രോബ്ലം ഉണ്ടായിട്ടല്ല. അപ്പോൾ ഇത്രയും മാത്രമാണ് നമുക്ക് ഫേസ് ചെയ്തിട്ട്, അല്ലാണ്ട് വലിയ എന്താ പറയുക ചേഞ്ചസോ ഫീച്ചർ ആഡീഷനോ സംഭവമൊന്നും വന്നിട്ടില്ല. സെയിം നമ്മുടെ അതേ സെറ്റിങ്സ് പേജൊക്കെ തന്നെയാണ്, ഒരു ഡിഫറൻസും ഇല്ല. ഇതിൽ വേറെ ഒരു ചേഞ്ചസും ഇല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. എനിക്ക് ശരിക്കും ബാറ്ററിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് തോന്നി. ചെയ്തവരൊന്ന് കമൻറ്റ് ചെയ്യാൻ, നിങ്ങൾ വേറെ എന്തെങ്കിലും എന്താ പറയുക ഏത് ഇഷ്യൂസ് ആയിക്കോട്ടെ പ്രോബ്ലം ആയിക്കോട്ടെ എന്തെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ, എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മുടെ ടെക്നിക്കൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ് കേട്ടോ. അടുത്തതിലാണ് തുടങ്ങി.